നമുക്കിപ്പോൾ ഒന്ന് കൊച്ചിയിലേക്ക് പോകേണ്ടതുണ്ട്. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ED രംഗത്ത് വരികയാണ് അല്ലേ? സ്വർണ്ണക്കവർച്ചയിലെ അന്വേഷണം അത് സംബന്ധിച്ച് വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ED ഇന്ന് ECIR രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതെന്നാണ് വാർത്ത. ദ്വാരപാലക സ്വർണ്ണപ്പാളികളും കട്ടിളപ്പടിയിലെ സ്വർണവും കടത്തി വിട്ടു എന്നുള്ള പരാതിയെ തുടർന്നാണ്. എന്തൊക്കെയാണ് ജിജീഷ്, എങ്ങനെയാണ് ED രംഗപ്രവേശം ചെയ്യുന്നത്? എന്തൊക്കെയായിരിക്കും നടപടികൾ? ഏറ്റവും നിർണായകമായൊരു നീക്കത്തിലേക്ക് തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളും ശബരിമല സ്വർണ്ണ കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് കടക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഒരു നടപടി തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതിൽ ECIR രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു എന്നത്. നേരത്തെ പമ്പ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ECIR രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു നടപടിക്രമങ്ങളെല്ലാം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പൂർത്തിയാക്കിയിരുന്നു. അതിനിടയിലാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തത്. ഈ ക്രൈംബ്രാഞ്ച് കേസുകളിലെ FIRൻ്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ECIR രജിസ്റ്റർ ചെയ്ത് ഇനി മുന്നോട്ട് പോവുക. നിർണായകമായ മൊഴികൾ രേഖപ്പെടുത്തും. ഒപ്പം തന്നെ നേരത്തെ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ കണ്ടെത്തലുകൾ, ആ റിപ്പോർട്ട് എന്നിവ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ അവിടെ ലഭിച്ചിട്ടുള്ള മൊഴികളെല്ലാം തന്നെ അടിസ്ഥാനമാക്കിയായിരിക്കും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് വലിയ ഒരു സ്വർണ്ണക്കൊള്ള നടക്കുകയും അതിൻ്റെ പേരിൽ സാമ്പത്തിക ഇടപാടുകൾ, ഈ സ്വർണ്ണപ്പാളികൾ മറച്ചു വിറ്റ് കോടികളുടെ ഇടപാടാണ് നടത്തിയത് എന്നതിൻ്റെ കൃത്യമായ സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആരാണ് ഈ പണം നൽകിയിരിക്കുന്നത്, ആർക്കെല്ലാം ഈ പണം ലഭിച്ചിട്ടുണ്ട്, എങ്ങനെ എത്തിയ പണമാണ് ഇതിനായി വിനിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് സംബന്ധിച്ചെല്ലാമുള്ള വിവരങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തിലൂടെ തെളിഞ്ഞു വരണം. അങ്ങനെയാണ് കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വ്യക്തമായ ഒരു അന്വേഷണത്തിലേക്ക് ഇതിൽ കടക്കുന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിലെ പ്രതികളെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യഘട്ടത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോവുക. എല്ലാവരും തന്നെ, അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ ക്രൈംബ്രാഞ്ച് കേസിലെ 1-ാം പ്രതിയാണ്. അത് തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റി 1-ാം പ്രതിയാകും. B. മുരാരി ബാബു, ഒപ്പം തന്നെ K. സുനിൽകുമാർ, S. ജയശ്രീ, KS ബൈജു തിരുവാഭരണം മുൻ കമ്മീഷണർ, RG രാധാകൃഷ്ണൻ മുൻ തിരുവാഭരണം കമ്മീഷണർ, D. സുധീഷ് കുമാർ, ഒപ്പം തന്നെ S. രാജേന്ദ്ര പ്രസാദ്, S. ശ്രീകുമാർ, K. രാജേന്ദ്രൻ നായർ എന്നിവരെല്ലാം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലും പ്രതികളായിക്കൊണ്ട് തന്നെയായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക. ഈ ആളുകളെ എല്ലാം തന്നെ, ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകളെ വിളിച്ചു വരുത്തുന്ന നടപടി, സമൻസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന എന്ന നടപടി അധികം വൈകാതെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആരംഭിക്കുകയും ചെയ്യും. ഇക്കാര്യത്തിൽ ഹിന്ദു ഐക്യവേദിയും വിശ്വഹിന്ദു പരിഷത്തും എല്ലാം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. CBI അന്വേഷണത്തിലൂടെ സത്യാവസ്ഥ പുറത്തു വരണം. നിലവിൽ നടക്കുന്ന അന്വേഷണങ്ങൾ തൃപ്തികരമല്ല എന്ന കാര്യങ്ങൾ ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതിൽ ECIR രജിസ്റ്റർ ചെയ്യാൻ ഒരുങ്ങുന്നതും കേസുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതോടുകൂടി പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും മൂടിവെക്കാൻ ആഗ്രഹിക്കുന്ന, മറച്ചുവെക്കാൻ സർക്കാരും ദേവസ്വം ബോർഡും ശ്രമിക്കുന്ന കാര്യങ്ങൾ പലതും പുറത്തു വരുന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. അങ്ങനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൂടി ഇക്കാര്യത്തിൽ ECIR രജിസ്റ്റർ ചെയ്യാൻ ഒരുങ്ങുകയാണ്.